ഫ്രണ്ട്സ്, മെയ് 1 ലോക തൊഴിലാളി ദിനം അല്ലേ? ഈ സമയത്ത് ഈ 2026 തീമാണ് എൻഷുർ സേഫ് സൈക്കോ സോഷ്യൽ എൻവയോൺമെൻറ്റ് ഫോർ എവരി വൺ അല്ലേ? നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും അവർക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം അത് സേഫായിരിക്കണം. അത് സൈക്കോളജിക്കലി മാത്രമല്ല, ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സെക്ച്വലി സേഫായിട്ടുള്ള ഒരു വർക്ക് പ്ലേസ് ഓരോരുത്തരുടെയും കഴിവിനും എഡ്യൂക്കേഷനും അനുസരിച്ച്, അതുപോലെ തന്നെ ഫൈനാൻഷ്യലി സേഫായിട്ടുള്ള ഒരു ജോലി സ്ഥലം, ഒരു ജോലി ചെയ്യാനുള്ള അവസരവും സ്ഥലവും പ്രദാനം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? അപ്പം ഇത് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന പല സ്ത്രീകൾക്കും പ്രോപ്പർ ബ്രേക്ക് കിട്ടാറില്ല, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബാത്റൂം ഫെസിലിറ്റി അവൈലബിൾ അല്ല. നിങ്ങൾ ഓർത്തെ 12ഉം 18ഉം 8 മണിക്കൂറാണെങ്കിൽ പോട്ടെ, അത്രയും നീണ്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു ബാത്റൂമിൽ പോകാനുള്ള അവസരവും അതിനുള്ള ബ്രേക്കും കിട്ടുന്നില്ലെങ്കിൽ, ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്കൊരു ബാത്റൂം ഇല്ല, അവർക്ക് റോഡ് ക്രോസ് ചെയ്ത് പോയി വേണം ബാത്റൂമിൽ പോകേണ്ടത്. അപ്പോൾ അവരുടെ ബ്രേക്കിൻ്റെ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ലോങ് ക്യൂ ആയിരിക്കും, പിന്നെ ബാത്റൂം ക്ലീൻ അല്ലായിരിക്കും. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് പലരും ആവശ്യത്തിന് വെള്ളം പോലും കുടിക്കാറില്ല. വെള്ളവും ഭക്ഷണവും കഴിച്ചാൽ ഇടയ്ക്ക് ബാത്റൂമിൽ പോകേണ്ട വരത്തില്ലേ എന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഒരു മെൻസ്ട്രൽ സൈക്കിളിലൊക്കെ ആയിരിക്കുന്ന സ്ത്രീകൾ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പം നമ്മളെല്ലാവരും, ഇതൊക്കെ മനുഷ്യൻ്റെ ഓരോ ആവശ്യങ്ങളാണ്. മെയിലായിട്ട് ഫീമെയിലായിരിക്കട്ടെ, അവർക്ക് ഫ്രീ ആയിട്ട് സേഫായിട്ടും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പരിശ്രമിക്കേണ്ടതല്ലേ?